അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി. ഇത് കോർഡിനേഷൻ കെമിസ്ട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കോമൺ കാര്യങ്ങൾ നമ്മളിവിടെ, അതായത് കോർഡിനേഷൻ കെമിസ്ട്രി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പഠിച്ചിരിക്കേണ്ട ഇനോർഗാനിക് കെമിസ്ട്രി ടോപ്പിക്കാണ് ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ നമുക്കൊരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും ഈ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ഫസ്റ്റ് ഓഫ് എന്താണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് അല്ലെ? ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഇറ്റ് മീൻസ് മെറ്റൽ കാർബൺ ബോണ്ടുകളുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. എന്നാൽ എല്ലാ മെറ്റൽ കാർബൺ ബോണ്ടുകളെയും ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുമോ? ഇല്ല. നമ്മളിവിടെ എടുക്കുന്ന മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കാർബണിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആൾക്കാർ. ഓക്കെ, കാർബണിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആൾക്കാർ എന്ന് പറയുമ്പോൾ ആര് വരും? അതായത് കാർബൺ എന്ന് പറയുന്നത് എത്രാമത്തെ ഗ്രൂപ്പ് ഫാമിലിയാണ്? 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് അല്ലേ? അതായത് 14th ഗ്രൂപ്പ് എലമെന്റ്സിന് മുന്നേറ്റുള്ളത് 13th ഗ്രൂപ്പ് എലമെന്റ്സ് വരെ ഉള്ളവർക്ക് എന്തായിരിക്കും? കാർബണിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും. അപ്പം നമ്മുടെ സോഡിയം, ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ട്രാൻസിഷൻ എലമെന്റ്സ്, ദെൻ പി ബ്ലോക്കിലെ അലുമിനിയം, അതായത് ബോറോൺ, അലുമിനിയം, ഇവരൊക്കെ ഏത് വരും? ഇലക്ട്രോ നെഗറ്റിവിറ്റി, അതായത് കാർബണിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും. അപ്പോൾ അത്തരത്തില് ഇലക്ട്രോ നെഗറ്റിവ് കാർബണിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുള്ള മെറ്റലുമായിട്ട് കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ എല്ലാ മെറ്റൽ കാർബൺ ബോണ്ട്സും ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ആണോ? അല്ല. അതായത് നമ്മള് കാർബൈഡുകളില്ലേ, കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഏത് വരും എക്സാമ്പിൾസ്? ഇപ്പം കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഏത് വരും? CaC2. അപ്പൊ അവിടെ നോക്കുമ്പോൾ നമുക്കറിയാം എന്ത്? ഒരു കാർബണും ഒരു കാൽഷ്യവുമായിട്ട്, അല്ലെ? കാൽഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റലാണ്. അപ്പൊ അവിടെ ഒരു കാർബൺ മെറ്റൽ ബോണ്ട് ഇല്ലേ? പക്ഷെ നമ്മള് കാൽഷ്യം, ദാറ്റ് ഈസ് മെറ്റൽ കാർബൈഡുകളെയും മെറ്റൽ സയനൈഡുകളെയും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല? ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സുകളായിട്ട് കൺസിഡർ ചെയ്യില്ല. സയനൈഡ് എന്ന് പറയുമ്പോൾ ആരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്? CN അല്ലെ? അവിടെയും എന്ത്? ഇപ്പം NaCN എന്ന് വരുവാണെങ്കിൽ അവിടെ എന്തുണ്ട്? സോഡിയവും കാർബണുമായിട്ട് ഒരു ബോണ്ട് ഫോം ഉണ്ട്, മെറ്റൽ കാർബൺ ബോണ്ട് അവിടെ ഉണ്ട്. പക്ഷെ മെറ്റൽ കാർബൈഡുകളെയും മെറ്റൽ സയനൈഡുകളെയും ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ നമ്മൾ ഉൾപ്പെടുത്തത്തില്ല. ഓക്കെ, അപ്പം അതല്ലാതെ ബാക്കി വരുന്ന നോർമൽ കേസിൽ നമ്മളുടെ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും. അതായത് കാർബൺ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഹൈഡ്രോ കാർബൺസിലുള്ള കാർബൺ ആയിരിക്കും നമ്മുടെ മെറ്റലിൽ അറ്റാച്ച് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി കേസും എന്താണ്? ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ആൽക്കൈൽ വരാം, ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരാം, അറൈൽ ഗ്രൂപ്പ്സ് വരാം. അവരൊക്കെയാണ് ഹൈഡ്രോ കാർബൺസിൽ ഉൾപ്പെടുത്തുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതാ? കാർബൺ മോണോക്സൈഡ്, കാർബണൈൽ ഗ്രൂപ്പ്സിലെ അവരുമൊക്കെ കാർബണൈൽ മെറ്റലുമായിട്ടുള്ള ബോണ്ടൊക്കെ നമുക്ക് എന്തിലും ഉൾപ്പെടുത്താൻ പറ്റും? ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് തന്നെ സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പം മെറ്റൽ കാർബൈഡുകളും മെറ്റൽ സയനൈഡുകളും ഒക്കെ തരും, അതിന്റെ കൂടെ ഒരു ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സും തരും. ഇത് ചോദിക്കുന്ന ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ വരുന്നത്. അപ്പം ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് സ്ഥിരം എല്ലാ എക്സാം, ഏതൊരു കെമിസ്ട്രിന്റെ ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും ഈ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം പിന്നീട്. ഇത്രയാണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. നമുക്ക് പറഞ്ഞല്ലോ, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ഹൈഡ്രോ കാർബൺസ് വരാം, അതിൽ തന്നെ ഡിഫറെന്റ് ഹൈഡ്രോ കാർബൺസ് വരാം, അല്ലാതെ കാർബണൈൽ കോമ്പൗണ്ട്സ് വരാം. ഇവരൊക്കെ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്നും മിക്സ്ഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും സിമ്പിൾ ആൻഡ് മിക്സ്ഡ്. അതെന്താന്ന് നോക്കാം. Then second type of classification എന്ന് പറയുന്നത് that is based on the carbon metal bond nature. Okay, കാർബണും മെറ്റലും തമ്മിലുള്ള ആ ബോണ്ട് നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിഗ്മ ബോണ്ടഡ്, ദെൻ പൈ ബോണ്ടഡ്, ദെൻ അയോണിക് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്, ഇലിപ്സ് ആൻഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് വിത്ത് മൾട്ടിസെൻറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ പോളിന്യൂക്ലിയർ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് നമുക്ക് പറയാം. അപ്പം ഇതൊക്കെ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ടൈപ്പ് 1 ക്ലാസിഫിക്കേഷൻ. അതിൽ ഒന്നാമത്തെയാണ് എന്ത്? സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്.
എന്ന് വെച്ചാൽ അതിൽ ആര് മാത്രമേ കാണത്തുള്ളൂ? ഹൈഡ്രോ കാർബൺ അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഹൈഡ്രോ കാർബൺ റാഡിക്കൽ എൻറ്റിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും മെറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമുക്ക് എങ്ങനെ എഴുതാം? C2H5. C2H5 എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാണ്? ഈഥൈൽ ഗ്രൂപ്പ്. ഈഥൈൽ ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ? C2H5 Hg C2H5 അല്ലെ? ഇതെന്താണ്? ഒരു സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് എന്താ? ഹൈഡ്രോ കാർബൺ മാത്രമാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ടിന്നിന്റെ, അതായത് ഹൈഡ്രോ കാർബൺ അല്ല എന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റവും ആകാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് CH3SN ടിൻ ഹൈഡ്രജൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗാനോമെറ്റാലിക് സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. നമുക്ക് ഈ സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിമെട്രിക്കൽ സിമ്പിൾ ഓർഗാനോമെറ്റാലിക്, ദെൻ അൺസിമെട്രിക്കൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. സിമെട്രിക്കൽ എന്ന് പേര് പറയുമ്പോൾ തന്നെ കാണാം. അതായത് ഇവിടെ നോക്കിക്കേ, അതായത് നമ്മൾ എടുക്കുന്ന മെറ്റലിന്റെ എല്ലാ സൈഡിലും എന്താ? സെയിം റാഡിക്കൽ, സെയിം ഹൈഡ്രോ കാർബൺ റാഡിക്കൽ ആണ്. അങ്ങനെയുള്ളവരാണ് എന്ത്? സിമെട്രിക്കൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ എക്സാമ്പിൾ ആണ് ഇത് CH4, അതായത് ലെഡിന്റെ 4 വശത്തും ഏത് ഗ്രൂപ്പാണ്? ഈഥൈൽ ഗ്രൂപ്പ് അല്ലെ? 4 വശത്തും ഈഥൈൽ ഗ്രൂപ്പാണ്. അതായത് ദാറ്റ് ഈസ് എന്താ? സെയിം ഗ്രൂപ്പാണ് അതിന്റെ എല്ലാ വശത്തും. അത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് അല്ലെ, അത്തരത്തിലുള്ള ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ് എന്ത്? സിമെട്രിക്കൽ സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. ഇപ്പൊ മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റല് അതിന്റെ എല്ലാ വശം, അതായത് ഇപ്പം സപ്പോസ് മെർക്കുറിയുടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 2 ആണ്, അല്ലെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 2 ആണ്. അപ്പൊ രണ്ട് എൻറ്റിറ്റീസ് വരും. ദറ്റ് ഈസ് ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ഹൈഡ്രോ കാർബൺ, ദെൻ മറ്റേ റാഡിക്കൽ എന്ന് പറയുന്നത് അത് വേറൊരു ഹൈഡ്രോ കാർബൺ ആയിരിക്കും. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് വരുന്നതെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് അൺസിമെട്രിക്കൽ. അത് മാത്രമല്ല, ഇപ്പം ഹൈഡ്രോ കാർബൺസ് ആണെന്ന് തന്നെ ഇല്ല, ദറ്റ് ഈസ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റു സൈഡില് വേറെ ഏതെങ്കിലും റാഡിക്കൽ വരും. ഇപ്പൊ ക്ലോറിനോ, ഓക്കെ, ക്ലോറിന് ഏതെങ്കിലും ഹാലൈറ്റ്സുകളോ അത്തരത്തിലുള്ള അല്ലെ? ഓക്കെ, നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇല്ലേ? ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദറ്റ് ഈസ് അതിന്റെ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാല് RMgX എന്ന് പറഞ്ഞ കെമിക്കൽ ഫോർമുലേഴ്സ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ദറ്റ് ഈസ് സിമ്പിൾ ഓർഗാനോമെറ്റാലിക്കിലെ അൺസിമെട്രിക്കൽ കാറ്റഗറിയിൽ വരുന്നതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. RMgX എന്ന് കോമൺലി നമ്മൾ പറയുന്നതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺസിമെട്രിക്കൽ സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനെ ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഈഥൈൽ ഗ്രൂപ്പ് കൊടുക്കാം അല്ലെ? C2H5MgBr. ദറ്റ് ഈസ് ഇതെന്താണ്? അൺസിമെട്രിക്കൽ ആണ്. മെറ്റലിന്റെ ഒരു സൈഡിൽ ഹൈഡ്രോ കാർബൺ എൻറ്റിറ്റി, മറു സൈഡിൽ അതൊരു ഹാലജൻ ഗ്രൂപ്പുമാണ് വരുന്നത്. അതാണ് നമ്മുടെ സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഹൈഡ്രോ കാർബൺ മെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അതിനെ അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് ആണ് എന്ത്? സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. അപ്പൊ അതിൽ തന്നെയുള്ള രണ്ട് സബ് കാറ്റഗറീസ് ആണ് സിമെട്രിക്കൽ ആൻഡ് അൺസിമെട്രിക്കൽ. അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചോളാം. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾക്ക് കുറച്ച് ഈ കോമൺ നെയിംസ് വരുന്ന കുറച്ച് കോമ്പൗണ്ട്സുകളുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നും തന്നിട്ട് നമുക്ക് ചോദിക്കും താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. അവിടെ എന്തുണ്ട്? മെറ്റൽ കാർബൺ ബോണ്ട് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ്, അതായത് സിമ്പിൾ ടൈപ്പ് 1 കാറ്റഗറിയിൽ വരുന്നതാണ്, ക്ലാസിഫിക്കേഷൻ തന്നെ വരുന്നതാണ് എന്ത്? മിക്സ്ഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. ഈ മിക്സ്ഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടും അൺസിമെട്രിക്കൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. കാരണം രണ്ടിലും ഏകദേശം സെയിം തന്നെയാണ് രണ്ടിലും പറയുന്നത്. ഓക്കെ, ഇതെന്താണ് എന്താണ് ഇവിടെ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോറിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈഡ്രോ കാർബണോ ഹൈഡ്രജനോ അല്ലാതെ അതർ ആറ്റംസ് വരുന്നതെല്ലാം എന്താണ്? മിക്സ്ഡ് വരും. സെയിം തന്നെ അൺസിമെട്രിക്കൽ നമ്മളത് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അത്ര ഇതിനകത്ത് പിന്നെ നമുക്ക് അതായത് ഓർഗാനോമെറ്റൽ കോംപ്ലക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൽ ഏതാണ് അൺസിമെട്രിക്കൽ ഏതാണ് സിമെട്രിക്കൽ അങ്ങനെ എടുത്ത് ചോദിക്കത്തില്ല. അതായത് ക്ലാസിഫിക്കേഷൻ കുറെ എക്സാമ്പിൾസ് ആയിട്ട് അതിൽ ഏതാണ്
ഓർഗാനോമെറ്റാലിക്സിന്റെ അണ്ടറിൽ വരുന്നതെന്നുള്ളത് അത്രയും മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ ഈ ഒരു സെക്ഷൻ. അതായത് ഇത്രയും ഒരു സെക്ഷനിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ, ഒരു മാർക്കിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ക്ലാസിഫിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിലാണ്? മെറ്റൽ കാർബൺ ബോണ്ട്, നേച്ചർ ഓഫ് ദി മെറ്റൽ കാർബൺ ബോണ്ട്. ഓക്കെ, ബോണ്ട് ഏത് രീതിയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് സിഗ്മ ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് അല്ലേ. ഇറ്റ് ഈസ് അതിൽ നിന്ന് തന്നെ അറിയാം എന്താണ് സിഗ്മ ബോണ്ടഡ് കോവാലന്റ് ബോണ്ടാണ് അല്ലേ. സിഗ്മ ബോണ്ടഡ് കോവാലന്റ് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. അത് ആരാണ് ഫോം ചെയ്യുന്നത്? നോർമലി നമുക്ക് കോവാലന്റ് ബോണ്ട്, ഏറ്റവും കൂടുതൽ കോവാലന്റ് ബോണ്ട്സ് കാണുന്നത് പീരിയോഡിക് ടേബിളിൽ എവിടെയൊക്കെ ആയിരിക്കും? മോസ്റ്റ് ഓഫ് ദി കേസും ഏതാണ്? പി ബ്ലോക്ക് എലമെന്റ്സ് ആണ് അല്ലെ. നോൺ ട്രാൻസിഷൻ എലമെന്റ്സ് ആയിട്ടുള്ള പി ബ്ലോക്ക് എലമെന്റ്സിലെ പി ബ്ലോക്കിലെ എലമെന്റ്സിലാണ് കൂടുതലായിട്ട് നമുക്ക് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് എന്താ പി ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ടുള്ള പി ബ്ലോക്ക് കോമൺലി പി ബ്ലോക്ക് എലമെന്റ്സും അതുപോലെ തന്നെ സിങ്ക് കാഡ്മിയം മെർക്കുറി സിങ്ക് കാഡ്മിയം മെർക്കുറി ഇവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. പക്ഷെ എന്താ പ്രത്യേകത? ഇവരുടെ ഡി ഷെല്ല്, ദാറ്റ് ഈസ് എന്താ ഔട്ടർ മോസ്റ്റ് ഷെല്ലെല്ലാം എന്താ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ ഇവര് നോർമലി എന്ത് കാണിക്കില്ല? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ബിഹേവിയർ കാണിക്കാറില്ല അല്ലെ. കോമൺ ഇഷ്ടം, അതായത് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കളർ കാണിക്കും, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ആര് കാണിക്കില്ല? സിങ്ക് കാഡ്മിയം മെർക്കുറി. സിങ്കും കാഡ്മിയം മെർക്കുറിയും സെയിം ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ്. അപ്പം അവര് D10 അല്ലെ, D10 13th എലമെന്റ്സ് ആണ് ഇത്. അതായത് D10 കോൺഫിഗറേഷൻ ആണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ എല്ലാം എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുന്ന പ്രത്യേകതകളൊന്നും ഇവർ കാണിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഇവർ എന്ത് ബോണ്ട് ഫോം ചെയ്യും? കോവാലന്റ് ബോണ്ട്, മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ലിഗാൻസ് അല്ലെ വരുന്ന ഹൈഡ്രോ കാർബൺസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഏത് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്? കോവാലന്റ് അല്ലെ സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. നോർമലി അത് ആരാ തരുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സുകളും നോൺ ട്രാൻസിഷൻ എലമെന്റ്സിൽ തന്നെയുള്ള സിങ്ക് കാഡ്മിയം മെർക്കുറി ഇവരൊക്കെയാണ് നോർമലി എന്ത് തരുന്നത്? സിഗ്മ ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ തരുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് 2-3 ഉണ്ട്, അത് നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാ? പി ബ്ലോക്ക് എലമെന്റ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും പിന്നെ ഈ പറഞ്ഞ 3 ഡി ബ്ലോക്ക് എലമെന്റ്സ് ട്രാൻസിഷൻ മെറ്റൽസും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് മെറ്റൽ കാർബൺ ബോണ്ട് എന്തായിരിക്കും? അവിടെ സിഗ്മ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ് സിഗ്മ ബോണ്ടഡ് അല്ലെങ്കിൽ സിഗ്മ ബോണ്ടഡ് കോവാലന്റ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതൻ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പൈ ബോണ്ടഡ്. അപ്പൊ എന്തായിരിക്കും? മെറ്റലും കാർബണും തമ്മിൽ എന്ത് ബോണ്ട് കാണും? അതിലെ സിഗ്മ കൂടാതെ അതിനോടൊപ്പം എന്ത് കാണും? ഒരു പൈ ബോണ്ട് കാണും അല്ലെ. നമ്മളൊരു മൾട്ടിപ്പിൾ ബോണ്ട് എടുക്കും, സപ്പോസ് ഡബിൾ ബോണ്ട് സി എടുക്കുവാണെങ്കിൽ ഇതിൽ ഒരു ബോണ്ട് എന്താണ്? സിഗ്മ ബോണ്ട് ആയിരിക്കും, ഒരു ബോണ്ട് പൈ ബോണ്ട് ആയിരിക്കും. അപ്പൊ ഇതിലെ പൈ ബോണ്ടിലായിരിക്കും പൈ ബോണ്ട് ആയിരിക്കും എന്തുമായിട്ട് ഫോം ചെയ്യുന്നത്? മെറ്റലുമായിട്ട് കോർഡിനേഷൻ അല്ലെ മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത് പൈ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോംപ്ലക്സുകളാണ് പൈ ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. ഇതിൽ കുറച്ചധികം പ്രത്യേകതകളുണ്ട്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇതിന്റെ പ്രത്യേകതകൾ. കാരണം പൈ ബോണ്ടഡ് കോംപ്ലക്സ് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് സാൻഡ്വിച്ച് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും സാൻഡ്വിച്ച് കോമ്പൗണ്ട്സ്. സാൻഡ്വിച്ച് കോമ്പൗണ്ട് എക്സാമ്പിൾ ആണ് ഫെറോസിൻ. ഇതാണ് ഫെറോസിൻ. ഫെറോസിനും ഡൈബെൻസീൻ ക്രോമിയോ ഇത് രണ്ടും എന്താണ്? സാൻഡ്വിച്ച് പൈ ബോണ്ടഡ് കോമ്പൗണ്ടുകളാണ്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. എന്തുകൊണ്ടാ? ഇത് മെറ്റല് 2 ഹൈഡ്രോ കാർബൺസുമായിട്ട് എന്താ അതിനിടയിലാണല്ലേ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല എന്തുകൊണ്ട് ഈ റൗണ്ട് ഇട്ട് കാണിക്കുന്നത്? അതായത് നമ്മളുടെ ഈ സൈക്ലോപെൻഡ ഒരു പെൻഡഗൺ കിടക്കുന്നുണ്ടോ? ദാറ്റ് ഇസ് സൈക്ലോപെൻഡ ഡൈ ഈനൈൽ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇതിൽ ഈ പൈ ബോണ്ട് ഡീലോക്കലൈസ്ഡ് ആണ്. അതായത് ഈ പൈ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. സൈക്ലോപെൻഡ ഡൈ ഈനൈൽ ലിഗാൻഡ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ബോണ്ട് എന്ന് പറയുന്നത് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ എന്താ കാണിക്കുന്നത്? നമ്മൾ ബെൻസീൻ റിങ്ങിനെ പറയത്തില്ലേ? ബെൻസീൻ റിങ്ങിനെ നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്? ഇങ്ങനെ ബോണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അതേ സമയം തന്നെ ഈ ബോണ്ട് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും അല്ലേ. അതായത് ഇവിടെ ഇരിക്കുന്ന ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും, ഇത് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ എങ്ങനെ വരും? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇത് രണ്ടും സെയിം തന്നെ അല്ലേ.
അതുകൊണ്ട് നമ്മൾ ഇവർ രണ്ടുപേരും ജനറൽ ആയിട്ട് എങ്ങനെയാന്ന് കാണിക്കും? അതായത് ഈ പൈ ബോണ്ട് എന്താണ്? ഡീലോക്കലൈസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ റൗണ്ട് കാണിക്കുന്നത്. അത് ഏത് കാർബണിൽ വേണമെങ്കിലും ആ പൈ ബോണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ 2 ഡബിൾ ബോണ്ട്സ് ആണുള്ളത്. അതെന്ത് ചെയ്യും? അത് ഈ പെന്റഗൺ സൈക്ലോപെന്റേനകത്ത് എന്താ ഡീലോക്കലൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൗണ്ട് ഇട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ ഈ 2 പൈ ബോണ്ടും എന്താണ്? ഈ മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ നമ്മൾ നടുക്കൂടെ കാണിക്കുന്നത് കേട്ടോ. ഈ ബോണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് കാണിച്ചാൽ നടുക്കാണ് ബോണ്ട് കാണിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇതില് ഈ 2 പൈ ബോണ്ടും എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ക്രോമിയം. ഇവിടെ എന്താണ്? ബെൻസീൻ റിംഗ് ആണ് അല്ലേ? ദാറ്റ് ഈസ് 3 പൈ ബോൺസ് വരുന്നുണ്ട്. അപ്പൊ റൗണ്ട് ഇട്ട് കാണിക്കുക മീൻസ് എന്താണ്? ആ 3 പൈ ബോൺസും ഒരേപോലെ ക്രോമിയവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള 2 ലിഗാൻസുകൾക്ക് ഇടയിലായിട്ട് മെറ്റൽ ബോണ്ട് ഫോം ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ടുകൾ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സാൻഡ്വിച്ച് കോമ്പൗണ്ട്സ്. അവരെന്ത് ടൈപ്പാണ്? പൈ ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് പൈ ബോണ്ടഡ് ഒലിഫിൻ മെറ്റൽസ്. ഓക്കെ, ഒലിഫിൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ഒലിഫിൻ എന്ന് വിളിക്കുന്നത് നമ്മൾ ആരെയാണ് കോമൺലി? ഒലിഫിൻ എന്ന് വിളിക്കുന്നത് ഡബിൾ ബോൺസ് ആണ്. ആൽക്കീൻസുകളെ നമ്മൾ കോമൺലി നമ്മൾ ഒലിഫിൻസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ മെറ്റല് ഒരു ആൽക്കീനുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത്. ആൽക്കീൻ അറിയാലോ, സി ഡബിൾ ബോണ്ട് സി ആണ്. അതിൽ ഒരു ബോണ്ട് സിഗ്മയും ഒരു ബോണ്ട് പൈയുമാണ്. അങ്ങനെയെങ്കിൽ അതായത് ഈ നടുക്ക് കാണിക്കാൻ മീൻസ് എന്താണ്? ഈ 2 കാർബണുമായിട്ടും എന്താണ്? ഇവർക്ക് ബന്ധമുണ്ട്. ഓക്കെ, ഈ പൈ ബോണ്ടിന്റെ നടുക്ക് കാണിക്കാൻ മീൻസ് എന്താ? ഈ 2 കാർബൺ. അതേപോലെ ഈ 5 മെമ്പേർഡ് റിംഗിന്റെ നടുക്ക് കാണിച്ചാൽ മീൻസ് അതായത് 2 ഡബിൾ ബോണ്ട് ആണുള്ളത്. ആക്ച്വലി അത് ഡീലോക്കലൈസ്ഡ് ആണ്. അപ്പൊ ഈ 5 കാർബണുമായിട്ട് ഇവര് മെറ്റൽ ബോണ്ട് ഫോം ചെയ്യുന്നു എന്നുള്ളത് അർത്ഥം. അപ്പൊ ഇവിടെ എന്താണ്? 2 കാർബണുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? അതായത് സി ഡബിൾ ബോണ്ട് സി. ദാറ്റ് മീൻസ് ഈ ഡബിൾ ബോണ്ടിലേക്കാണ് മെറ്റൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതായത് ഒലിഫിൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ടിലേക്കാണ് നമ്മൾ മെറ്റൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ 2 കാർബണുമായിട്ട് മെറ്റൽ എന്താണ്? ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടിലാണ് ഒലിഫിൻ, അതായത് പൈ ബോണ്ട് ഒലിഫിൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സീസസ് സോൾട്ട്. ഓക്കെ, സീസസ് സോൾട്ടിനെ പറ്റി നമ്മൾ ഇനി പറയും. ഓക്കെ, സീസസ് സോൾട്ട് ആ പേര് പഠിച്ചു വെച്ചോണേ, സീസസ് സോൾട്ട്. ദെൻ അതേപോലെ വരുന്നതാണ് പൈ ബോണ്ടഡിനകത്ത് വരുന്നതാണ് മെറ്റൽ കാർബണൈൽസ്. ഓക്കെ, മെറ്റൽ കാർബണൈൽസിന്റെ പ്രത്യേകം നമ്മൾ കുറെ നാളെ കൊണ്ട് നമ്മൾ പറയുന്നതാണ്, കോർഡിനേഷനിൽ നമ്മൾ പറയുന്നതാണ്. മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുമ്പോൾ അതിൽ ആരാണുള്ളത്? CO ആണല്ലേ. കാർബൺ മോണോക്സൈഡ് ആണ് അവിടെ വരുന്ന ലിഗാൻഡ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താ? സി ട്രിപ്പിൾ ബോണ്ട് ഓയിട്ടല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവിടെ പൈ ബോൺസ് ഉണ്ട്. പിന്നെ കാർബണൈലുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇപ്പൊ മെറ്റൽ കാർബണൈൽസ് ആണെങ്കിൽ അതിന്റെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം മെറ്റൽ കാർബണൈൽസും എന്ത് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പൈ ബോണ്ടിനകത്ത് വരുന്നത്. അതില് നമുക്ക് ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും. അതിനകത്ത് മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് സീസസ് സോൾട്ട് ആണ് കേട്ടോ. സീസസ് സോൾട്ട് എന്ന് പറയുന്നത് പൈ ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ടൈപ്പ് 2 ക്ലാസിഫിക്കേഷൻ എന്താണ്? അയോണിക് ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. ആ പേരിൽ നിന്ന് തന്നെ ഉണ്ടല്ലേ, എന്തായിരിക്കും? അയോൺസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ ഒരു അയോണിക് ബോണ്ട് ആണ് കാണപ്പെടുന്നത്. അപ്പൊ കോമൺലി നമുക്ക് അയോണിക് ബോണ്ട്സ് തരുന്നത് ആരാണ്? ആൽക്കലി മെറ്റൽസ് അല്ലെ. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് കോമൺലി നമുക്ക് എന്ത് തരുന്നത്? അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏതൊക്കെയാ? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഹൈഡ്രോ കാർബൺസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അയോണിക് ബോണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ ഹൈഡ്രോ കാർബൺസ് എന്തായിരിക്കും? എന്തായാലും ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും എന്ത് ടൈപ്പ് മെറ്റൽസ് ആണ്? ദാറ്റ് ഇസ് ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽസ് ആണ്. ദേ ക്യാരി പോസിറ്റീവ് ചാർജ്. അതുകൊണ്ട് തന്നെ കൂടെ വരുന്ന ഹൈഡ്രോ കാർബൺ അല്ലെ അസോസിയേറ്റ് ചെയ്യുന്ന ഹൈഡ്രോ കാർബൺസിന് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഹൈഡ്രോ കാർബൺസ് ആർ എക്സിസ്റ്റ് ആസ് കാർബാനയോൺസ്. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഉള്ള കാർബണിനെ വിളിക്കുന്ന പേരാണ് കാർബാനയോൺസ്. ഓക്കെ, അപ്പൊ ഒരു കാർബാനയോണും ഒരു ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ. ദാറ്റ് മീൻസ് ആൽക്കലി മെറ്റൽസോ ആൽക്കലൈൻ എർത്ത് മെറ്റൽസോ വരുന്നത്. ദാറ്റ് ഈസ് ലാന്തനൈറ്റ്സോ ആക്ടിനൈറ്റ്സോ ഒക്കെ വരാം. നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഇറ്റ് ഈസ് PH3C - Na+.
ഓക്കെ, മീൻസ് അവിടെ എന്താ അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ ഈ CP2 ദാറ്റ് ഈസ് സൈക്ലോപെന്റ ഡൈ ഈനൈൽ ആണ്. സൈക്ലോപെന്റ ഡൈ ഈനൈൽ എന്ന് വരാൻ കാരണം സൈക്ലോപെന്റ ഡൈ ഈനൈൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ സൈക്ലോപെന്റ ഡൈ ഈനൈലില് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ രണ്ട് സൈക്ലോപെന്റ ഡൈ ഈനൈൽ ആകുമ്പോൾ എന്താ കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്താണ് +2 ആണ്. അങ്ങനെയെങ്കിൽ രണ്ട് സൈക്ലോപെന്റ ഡൈ ഈനൈലുമായിട്ട് വരാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് -1 ഉണ്ട്, ഇവിടെ ഒരു +2 ഉണ്ട്. ഓക്കെ, അപ്പം അവരും എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും, അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അവിടെ എന്ന് പറയുന്നത് എന്താണ്, ഈ എൻറ്റിറ്റി ഈ ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കാർബാനയോൺ ആണ്. സൈക്ലോപെന്റ ഡൈ ഈനൈൽ എന്ന് പറഞ്ഞ ഒരു കാർബാനയോൺ ആണുള്ളത്. ഓക്കെ, അപ്പോൾ അയോണിക് ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ ഒരു അയോൺസ് ആണ്, കാറ്റോൺസ് ആയിട്ടും ആനിയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതിൽ മെറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, മെറ്റൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദെൻ വരുന്ന ഹൈഡ്രോ കാർബൺ എന്തിന്റെ ഫോമിലായിരിക്കും, കാർബാനയോൺ ഫോമിലായിരിക്കും. ഇവിടെ പ്രത്യേകത എന്താണ്, അവര് കളർലെസ് ആണ്. അതുപോലെ തന്നെ എവിടെ മാത്രമേ സോലുബിൾ ആകത്തുള്ളൂ, ദേ ഓൺലി സോലുബിൾ ഇൻ പോളാർ സോൾവെന്റ്സ് അല്ലേ. കാരണം എന്തുകൊണ്ടാ, പോളാർ സോൾവെന്റ്സ്, പോളാർ മോളിക്യൂൾസ് പോളാർ സോൾവെന്റ്സിലെ സോലുബിൾ ആകത്തുള്ളൂ. പോളാർ മീൻസ് എന്താ, ചാർജ് അയോൺസ് ആണല്ലേ. അയോൺസ് മീൻസ് അത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പം പോളാർ സോൾവെന്റിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, സോലുബിൾ ആകത്തുള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്, അവര് ഓർഗാനിക് സോൾവെന്റില് അവർ ഇൻസോലുബിൾ ആണ്. ഓർഗാനിക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ പോളാർ സോൾവെന്റ്സ് ആണ്. അതിന്റെ ചാർജ് ഇല്ല, അയോൺസ് ഇല്ല. ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉള്ളു, അല്ലെങ്കിൽ ഓർഗാനിക് സോൾവെന്റ്സിൽ അയോൺസ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അയോണിക് ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് അവര് അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവര് ഓർഗാനിക് സോൾവെന്റുകളിൽ ഇൻസോലുബിൾ ആണ്. ഇത്രയൊക്കെയാണ് അയോണിക് ബോണ്ടിന്റെ അല്ലെങ്കിൽ അയോണിക് ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക്സിന്റെ പ്രത്യേകതകൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലിറ്റ്സ് എന്നോ വൈലിറ്റ്സ് എന്നോ ഇങ്ങനെ വേണമെങ്കിലും പറയാം. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിലിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് കാർബണുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അത്തരത്തിലുള്ള സ്പീഷീസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വൈലിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതാണ്, വിറ്റിക് റിയേജന്റ്. അപ്പൊ ഇത് പഠിച്ചോണം, ഇത് ഒരു പുതിയ പേരാണ് കേട്ടോ. വിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. അപ്പം അതിനകത്ത് ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ഇത്, ട്രൈഫോസ്ഫീൻ, അതായത് PPH3 ഇവിടെ ഇല്ല, PPH3 ഡബിൾ ബോണ്ട് CH2, അതാണ് വിറ്റിക് റിയേജന്റ് എന്ന് പറയുന്നത്. അവിടെ എന്താ, മെറ്റൽ ഫോസ്ഫറസ് ആണ്, മെറ്റലും കാർബണുമായിട്ട് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അത്തരത്തിലുള്ളതാണ് വൈലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ വിറ്റിക് റിയേജന്റും എന്താണ്, ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. അപ്പൊ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്, വിറ്റിക് റിയേജന്റ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്, അതുപോലെ തന്നെ സീസർ സോൾട്ട്. അപ്പൊ 3 എണ്ണമാണ് നമ്മളിവിടെ നെയിം ചെയ്ത് പഠിക്കുന്ന 3 കോമ്പൗണ്ട് ഉള്ളതാണ്. അത് 3ഉം ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടി സെന്റർ അല്ലെ. നമുക്ക് ഇവരെ കോമൺലി പോളിന്യൂക്ലിയർ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. അവിടെ എന്താ, 2 അതിൽ കൂടുതലോ മെറ്റൽസ് കാണും. ദെൻ അവരെല്ലാം കൂടി അസോസിയേറ്റ് ചെയ്തിട്ട് റിംഗ് സ്ട്രക്ചറോ അവരെല്ലാം കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ചെയിൻ അല്ലെങ്കിൽ പോളിമറിക് ഫോം ആണ് എന്തെന്ന് പറയുന്നത് മൾട്ടി സെന്റർ ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ പോളിന്യൂക്ലിയർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അലുമിനിയത്തിന്റെ കാര്യം പറഞ്ഞ കണക്ക് ഇതൊരു പോളിമറിക് ഫോം ആണ്. നോർമലി ഇത് തരുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ് അല്ലെ. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആരൊക്കെയാണ്, ലിഥിയം, ബെറിലിയം, അലൂമിനിയം, ഇവരൊക്കെ എന്താണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മെറ്റൽസ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മെറ്റൽസ് ആകുമ്പോൾ അവർക്ക് ഇലക്ട്രോണിനെ സ്റ്റേബിൾ ആവണ്ടേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ എന്തിൽ എക്സിസ്റ്റ് ചെയ്യും, ഡൈമറൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേര് ഒരുമിച്ച് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഡൈമറൈസോ അല്ലെങ്കിൽ പോളിമറൈസോ ചെയ്ത് പോളിമറിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള കോമ്പൗണ്ട് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. പോളിന്യൂക്ലിയർ കോമ്പൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടി സെന്റർ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണത് Al2Me6. Me മീൻസ് മീഥൈൽ ഗ്രൂപ്പ് ആണ്. ഇങ്ങനെ ഒരു പോളിമറിക് ഫോമിൽ ഡൈമറൈസ് ചെയ്ത് നിൽക്കും. ഓക്കെ, AlCH3 എന്നുള്ള CH3 ത്രൈസ് എന്നുള്ള ഗ്രൂപ്പില്ലേ, അത് ഡൈമറൈസ് ചെയ്തിട്ടാണ് Al2Me6 എന്നുള്ള പോളിമറിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് മൾട്ടി സെന്റർ ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. സിമ്പിൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് അതിനകത്ത് ഹൈഡ്രോ കാർബൺസോ ഹൈഡ്രജനോ ആയിരിക്കും റാഡിക്കൽസ് എന്ന് പറയുന്നത്. മിക്സ്ഡ് ആകുമ്പോൾ അതിനകത്ത് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ്
ഹൈഡ്രോ കാർബൺ, ഏത് മെറ്റൽസ് വേണമെങ്കിലും, ഏത് എലമെന്റ്സ് വേണം, ഏത് ലിഗാൻസ് വേണമെങ്കിലും വരാം. പിന്നെ പറഞ്ഞത് അവരുടെ മെറ്റൽ കാർബൺ ബോണ്ടിന്റെ നേച്ചർ വെച്ച്, സിഗ്മ ബോണ്ട് ആണോ, പൈ ബോണ്ട് ആണോ, അയോണിക് ബോണ്ട് ആണോ, മൾട്ടിപ്പിൾ ബോണ്ട് ആണോ, മൾട്ടി സെന്റർ ആണോ, അതിന്റെ ബേസിൽ നമ്മൾക്ക് 5 കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിൾസ് വേണം പഠിക്കാൻ. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് വരുന്നത്.